നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അകാരണമായി അടച്ച പുന്നിയൂർ പഞ്ചായത്തിലെ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ശ്മശാന സംരക്ഷണ സമിതി. നടപടിയായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം. തെരുവുനായ ശല്യം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തെരുവുനായ ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ പദ്ധതികൾ തയ്യാറാക്കാൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി യോഗം ചേർന്നു. പുന്നിയൂർ പഞ്ചായത്ത് 46 നമ്പർ അംഗൻവാടിക്ക് ശാപമോക്ഷമായില്ല. ചലിക്കുന്ന അംഗൻവാടി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് കടമുറിയിൽ. അംഗൻവാടിയുടെ ദയനീയാവസ്ഥ പരിഹരിച്ച് കുരുന്നുകൾക്ക് സുരക്ഷിതമായി പഠനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. അകാരണമായി അടച്ചിട്ടുള്ള പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ശ്മശാന സംരക്ഷണ സമിതി പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടു. തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി TM വിക്രമൻ കൺവീനറും KC സദാനന്ദൻ ചെയർമാനുമായിട്ടുള്ള 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുവാനും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. MA വഹാബ്, TM വിക്രമൻ, VK ഇർഷാദ്, PA മൻസൂർ, സുഹറ ബക്കർ, അശോകൻ മുണ്ടന്തറ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമ നസീർ എന്നിവർ സംസാരിച്ചു. തെരുവുനായ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തെരുവുനായ ആക്രമണത്തെ തുടർന്നാണ് പ്രതിരോധ പദ്ധതികൾ തയ്യാറാക്കാൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി യോഗം ചേർന്നത്. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പ്രതിരോധ നടപടികളുടെ സാങ്കേതിക വശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം അടിയന്തര നടപടികളുമായി മുന്നോട്ട് പോകുവാൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഉദിനുപറമ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശാരിക മുരളീധരൻ, ഫാത്തിമ ലത്തീഫ്, ചങ്ങരംകുളം മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പാമി T മാളിയക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി അഭിജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി സുധൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വേണു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് 46 നമ്പർ അംഗൻവാടിക്ക് ശാപമോക്ഷമായില്ല. ചലിക്കുന്ന അംഗൻവാടി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് കടമുറിയിലാണ്. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെട്ടിപ്പുഴ സെന്ററിലാണ് 14 കുട്ടികളുമായി പുന്നിയൂർ പഞ്ചായത്ത് 4-ാം വാർഡ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 2-3 സ്ഥലങ്ങൾ മാറിയാണ് കഴിഞ്ഞ മാസം അംഗൻവാടി പ്രവർത്തനം പുതിയ കൊമേഴ്സ്യൽ ബിൽഡിംഗിലേക്ക് മാറ്റിയത്. ഇവിടെ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് കെട്ടിടത്തിന്റെ പുറകുവശത്തുള്ള ശുചിമുറി മാത്രമാണ് ആശ്രയം. ഇത് കുട്ടികൾക്ക് യാതൊരു സുരക്ഷിതത്വവും നൽകാത്തതാണ്. ഒരു കടമുറിക്ക് മുൻവശം ഷീറ്റിറക്കി ഗ്രിൽ വർക്ക് ചെയ്ത് വാതിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് നിർഭയമായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. തിരക്ക് പിടിച്ച തമ്പുരാൻപടി, കണ്ടുബസാർ സമാന്തര റോഡ് കടന്നുപോകുന്നതും മന്ദലാംകുന്ന് PWD റോഡ് കൂടിച്ചേരുകയും ചെയ്യുന്ന പ്രദേശം കൂടിയാണിത്. ഷീറ്റ് വർക്ക് ചെയ്ത ഇതേ സ്ഥലത്ത് വെച്ചാണ് ഗ്യാസ് അടുപ്പ് വെച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഉടമ കെട്ടിട നവീകരണത്തിന്റെ ഭാഗമായി ഒഴിഞ്ഞുകൊടുക്കുവാൻ പറഞ്ഞതനുസരിച്ചാണ് ഇവിടേക്ക് മാറേണ്ടി വന്നത്. കഴിഞ്ഞ വർഷം ചുമതലയേറ്റ പുതിയ അധ്യാപികയുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ അങ്കണവാടിക്കായി പുതിയ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയില്ല. മറ്റുള്ള അങ്കണവാടികളെ സ്മാർട്ടാക്കി ഉയർത്തി കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ നൽകി ഉല്ലാസത്തോടെ കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ കൂട്ടിലിട്ട കിളികളെപ്പോലെ കഴിയുകയാണ് ഇവിടുത്തെ കുരുന്നുകൾ. കുന്നംകുളം ചൊവ്വന്നൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ചൊവ്വന്നൂർ സ്വദേശിയായ പുലിക്കോട്ടിൽ ജോയിക്കാണ് പരിക്ക്. ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപത്തെ ഇടറോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കുന്നംകുളം ഭാഗത്തു നിന്ന് എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാറിനും ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ ജോയിയെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കേബിൾ TV വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു.
ആനയ്ക്കൽ ചെമ്മണ്ണൂരിലെ കേബിൾ TV വർക്കേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്ന ചടങ്ങിലായിരുന്നു പഠനോപകരണ വിതരണം ഒരുക്കിയത്. സംഘടനയുടെ പ്രസിഡന്റ് ജഫീർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ബൈജു, അരുൺ, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി വിനോദ് സ്വാഗതവും ട്രഷറർ മുനീർ നന്ദിയും പറഞ്ഞു. കേബിൾ TV വർക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. മുഹറം പ്രമാണിച്ച് പൊതു അവധിയിൽ മാറ്റം. വ്യാഴാഴ്ചത്തെ അവധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. മുഹറം മാസപ്പിറവി 17-ാം തീയതിയാണ് കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 10 ജൂൺ 26-നാണ് വരിക. ഇതോടെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ജൂൺ 25-ലെ അവധി മാറ്റിയത്. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാരെ നിയമിക്കാനുള്ള അഭിമുഖം ചട്ടം ലംഘിച്ച് നടത്തിയതായി പരാതി. പഞ്ചായത്തിലെ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള പാലിയേറ്റീവ് ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്കാണ് കഴിഞ്ഞ ദിവസം അഭിമുഖം നടത്തിയത്. KSR ചട്ടത്തിന്റെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തണമെന്ന സർക്കാർ ഉത്തരവിന്റെയും ലംഘനമാണ് പഞ്ചായത്ത് അധികൃതർ നടത്തിയത് എന്ന് പരാതിക്കാരൻ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് മാവിൻചുവട് സ്വദേശി പരാതി നൽകി. നേരത്തെ നടത്തിയ അഭിമുഖം റദ്ദാക്കി ചട്ടപ്രകാരം അഭിമുഖം നടത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. CPMന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഏരിയ തല സംയോജിത കൃഷി ആരംഭിച്ചു. പെരുമ്പിലാവിൽ 1 ഏക്കർ സ്ഥലത്ത് 5 തരം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP സജീബ്, ബിന്ദു ധർമ്മൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, MV പ്രശാന്ത്, പത്മം വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KE സുധീർ എന്നിവർ സംസാരിച്ചു. ജൂൺ 27 മുതൽ ഏരിയയിലെ 1500 വീടുകൾ ഉൾക്കൊള്ളുന്ന 30 ക്ലസ്റ്ററുകളിലായി പച്ചക്കറി കൃഷിയും ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംയോജിത കൃഷിയും ആരംഭിക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി പഴഞ്ഞി MD കോളേജ് കായിക വിഭാഗവും കോളേജ് യൂണിയനും സംയുക്തമായി കോളേജ് മൈതാനത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ലഹരിമുക്ത ക്യാമ്പസ് എന്ന ലക്ഷ്യത്തോടെ ലഹരിക്ക് നോ പറയാം, കായിക ജീവിതത്തിന് യെസ് പറയാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു മത്സരം. യൂണിവേഴ്സിറ്റി താരങ്ങൾ അണിനിരന്ന MD കോളേജ് ടീമും മുൻ സന്തോഷ് ട്രോഫി ISL താരങ്ങൾ ഉൾപ്പെട്ട പ്ലെയേഴ്സ് 11 തമ്മിലായിരുന്നു ആവേശകരമായ മത്സരം. പോരാട്ടത്തിൽ പങ്കെടുത്ത ദേശീയ ഫുട്ബോൾ താരങ്ങളായ ജിതിൻ MS, ശ്രീകുട്ടൻ എന്നിവരെയും കോച്ചായ ആനന്ദ് ബാബുവിനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന വാശിയേറിയ മത്സരത്തിനൊടുവിൽ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രദേശത്തെ കായിക പ്രേമികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. PD സതീശൻ സർക്കാർ അവതരിപ്പിച്ച 2026-2027 വർഷത്തെ പുതുക്കിയ ബജറ്റ് പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധവും പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്നതുമാണെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയ്ക്ക് മുൻപിൽ തൃശൂർ ജില്ലാ മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷൻ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി MK സുനിൽ, NGO യൂണിയൻ ഏരിയ ഭാരവാഹി അമീർ അലി എന്നിവർ സംസാരിച്ചു. നിഷാദേവി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ MG വിജീഷ്, TT സാബു, AK മനോജ് കുമാർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജിലെ 2025-2026 അധ്യയന വർഷത്തെ വിജയികളായ വിദ്യാർത്ഥികൾക്കായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യോനോഗ്രാഫിക് സയൻസ് കുഫോസ് പരീക്ഷാ കൺട്രോളറായ ഡോക്ടർ KP സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K പ്രദീപ് കുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VK ശ്രീനിവാസ്, PTA വൈസ് പ്രസിഡന്റ് അനൂപ് കിഷോർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തലപ്പള്ളി താലൂക്കിലെ ഏക എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായ വ്യാസയിലെ 8 പഠന വിഭാഗങ്ങളിലെയും വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ക്യാൻവാസിൽ വിരിയുന്ന പ്രതിരോധം, ലഹരിക്കെതിരെ ആർട്ട് അറ്റാക്കുമായി 10ാം ക്ലാസ്സുകാരി. റിപ്പോർട്ടിലേക്ക്. ലഹരിയുടെ കറുത്ത ഇരുൾ വഴികളിലേക്ക് വീണുപോകുന്ന യുവതലമുറയ്ക്ക് വിരലുകളിൽ വിരിഞ്ഞ വർണ്ണങ്ങൾ കൊണ്ട് കാവലൊരുക്കുകയാണ് പാവർട്ടിയിലെ ഒരു കൊച്ചുമിടുക്കി. പാവർട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചല റാഫിയാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആർട്ട് അറ്റാക്ക് എന്ന പേരിൽ വേറിട്ടൊരു ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ യഥാർത്ഥ ഭംഗിയും മനുഷ്യന്റെ പവിത്രമായ ചിന്തകളും എത്രത്തോളം മനോഹരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ചിത്രങ്ങൾ.
വലിയ ക്യാൻവാസുകളിൽ തീർത്ത 15ഓളം ശ്രദ്ധേയമായ രചനകളാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചടങ്ങിന്റെ ഉദ്ഘാടനം പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷീൻ തെരേസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് SI സനീഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സിനി ആർട്ട് ഡയറക്ടർ ജെയ്സൺ ഗുരുവായൂർ, ആർട്ടിസ്റ്റ് ചന്ദ്രൻ, അധ്യാപകരായ റീന ആന്റണി, PR റൈസി എന്നിവർ സംസാരിച്ചു. ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം, ബോധവൽക്കരണ റാലി എന്നിവയും സംഘടിപ്പിച്ചു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാഘോഷങ്ങളുടെ സമാപനവും ക്ലാസ് റൂം ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. ടേണിംഗ് ദി ഫൈനൽ പേജ് എന്ന പേരിൽ ആസാദ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത കവി, ചെറുകഥാകൃത്ത്, അധ്യാപകൻ എന്ന നിലകളിൽ ശ്രദ്ധേയനായ MV ഫേബിയാസ് മുഖ്യാതിഥിയായി. അക്കാദമിക് കൺവീനർ ഡോക്ടർ MK സിദ്ദിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റഷീദ് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനസ് MK ആശംസകൾ നേർന്നു. അധ്യാപകരായ ബീന, ദിനിത എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്ത് വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. ആമയം റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പരരക്ഷാ പരിചരണ അത്യാഹിത പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിറവല്ലൂർ സപ്പോർട്ടിംഗ് കമ്മിറ്റി, AMLP സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ ദയ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പരിശീലന ക്യാമ്പ് നടത്തിയത്. മജീദ് പാണക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദയ ഹോസ്പിറ്റൽ ട്രോമ കെയർ വിഭാഗത്തിലെ BLS അബ്ദുൽ ബഷീർ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംസിയ റഫീഖ്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ ചന്ദനത്തേൽ, വാർഡ് മെമ്പർ സതി ടീച്ചർ, AMLP സ്കൂൾ മാനേജർ M കൃഷ്ണദാസ്, PTA പ്രസിഡന്റ് ഷാജി എന്നിവർ സംസാരിച്ചു. അത്യാഹിത ഘട്ടങ്ങളിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയും ജീവൻ രക്ഷാ നടപടികളും സംബന്ധിച്ച് വിശദമായ പരിശീലനം നൽകി. AMLP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീജ ടീച്ചർ സ്വാഗതവും സപ്പോർട്ടിംഗ് കമ്മിറ്റി പ്രതിനിധി ജലാൽ തൂണിക്കടവിൽ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം റൈറ്റ്സ് തണലുമായി സഹകരിച്ചുകൊണ്ട് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും പല രീതിയിലുള്ള വൈകല്യമുള്ള കുട്ടികളെ 2 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ക്രീനിംഗ് നടത്തുകയും കഴിഞ്ഞ മെയ് 20, 21 തീയതികളിലായിട്ട് 20-ാം തീയതി പുത്തൻപള്ളി KMM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചും 21-ാം തീയതി പാലപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും 2 സ്ക്രീനിംഗ് നടത്തുകയുണ്ടായി. ഈ ക്യാമ്പിൽ രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ നടന്ന ഈ ക്യാമ്പിൽ 94 കുട്ടികളെ വിവിധ രീതിയിൽ വൈകല്യം അനുഭവിക്കുന്നവരായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,230 രൂപ, സ്വർണം പവന് 1,05,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചർമ്മമറ്റം ചേലൂർ തലക്കോട്ടൂർ പൊറിഞ്ചു സാറ നിര്യാതയായി 84 വയസ്സായിരുന്നു. മൃതദേഹം തലക്കോട്ടൂർ ജോണി സിസിലിയുടെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതരായ കൊച്ചന്നം, ബ്രജീത്ത, ജോണി എന്നിവർ സഹോദരങ്ങളാണ്. തിരുത്തിക്കാട് കൊടാപ്പാടത്ത് അരവിന്ദാക്ഷൻ ഭാര്യ കാർത്തിക നിര്യാതയായി 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. സബിത മകളാണ്. കുന്നംകുളം കക്കാട് ശ്രാമ്പിക്കൽ ജെയിംസ് ഭാര്യ റീന നിര്യാതയായി 54 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ജെറിൻ, ജന്നറ്റ്, അന്ന എന്നിവർ മക്കളാണ്. കണ്ടാണശ്ശേരി കൊടക്കാട്ടിൽ വാസു വൈദ്യരുടെ ഭാര്യ കമലാക്ഷി നിര്യാതയായി 91 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഡോക്ടർ മജ്നു, ലീന, വാസന്തി, ഡോക്ടർ മനോജ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അകാരണമായി അടച്ച പുന്നയൂർ പഞ്ചായത്തിലെ ആലാപാലം ആധുനിക വാതക ശ്മശാനം ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ശ്മശാന സംരക്ഷണ സമിതി. നടപടിയായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം. തെരുവുനായ ശല്യം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത്.
കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായ ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ പ്രവർത്തകർ തയ്യാറാക്കാൻ ആലങ്കോട് പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി യോഗം ചേർന്നു. പുന്നയൂർ പഞ്ചായത്ത് 46 നമ്പർ അംഗൻവാടിക്ക് ശാപമോക്ഷമായില്ല. ചലിക്കുന്ന അംഗൻവാടി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് കടമുറിയിൽ. അംഗൻവാടിയുടെ ദയനീയാവസ്ഥ പരിഹരിച്ച് കുരുന്നുകൾക്ക് സുരക്ഷിതമായി പഠനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.